ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ മുട്ട റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ മുട്ട ഉപ്പ് ചേർത്തൊന്ന് പുഴുങ്ങി എടുക്കാം. കുക്കറിലാണ് പുഴുങ്ങി എടുക്കുന്നത്. ഇനി ഇതിലേക്കുള്ള ഉള്ളിയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇവിടെ 3 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, തക്കാളി, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരിഞ്ഞെടുക്കാം. ഉള്ളി നന്നായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് ചെറുതായിട്ട് ആണ് അരിഞ്ഞെടുക്കുന്നത്. ഉള്ളി അരിഞ്ഞെടുക്കുന്ന സമയത്ത് കഴിയുന്നതും കനം കുറച്ച് തന്നെ അരിഞ്ഞെടുക്കാം. എന്നാൽ പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 3 ഉള്ളിയും ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പെരിഞ്ജീരകം പൊടിച്ചത്, പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് വലിയുള്ളി വഴറ്റിയ ശേഷം പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചേർത്ത് പൊടികളെല്ലാം ചേർത്ത് വഴറ്റുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ദേ ഉള്ളി കൈ വെച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. അപ്പോൾ ദേ ഉള്ളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ്, അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഗ്യാസ് സ്റ്റവിലാണെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് സമയം ഇത് ഇളക്കി കൊടുത്തൊന്ന് വഴറ്റി എടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തിട്ടുള്ള ഒരു തക്കാളിയും അതുപോലെ മല്ലിയിലയും ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മുട്ട റോസ്റ്റ് തയ്യാറാക്കിയെടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തിരക്ക് പിടിച്ച സമയമൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഉള്ളി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഉള്ളി ഏകദേശം ഒന്ന് ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി അരിഞ്ഞു വെച്ചതും അതുപോലെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 സ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയാണ്. ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് തക്കാളിയും മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് പകരമായിട്ട് ഒരു 1/2 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താലും മതി. എന്നാൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മുട്ട ഇതേ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാല ഒന്ന് ഗ്രേവി ആയിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഇറക്കി വയ്ക്കാം. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് റെസിപ്പി എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ചാനലിൽ മറ്റ് ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്, അതെല്ലാം ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ.